iFlow Honey Magic Oven പവർഡ് ബൈ ടേസ്റ്റി നിബിൾസിലേക്ക് സ്വാഗതം. ചിക്കൻ്റെ വിഭവങ്ങൾ എത്ര തന്നെ തയ്യാറാക്കിയാലും നമുക്ക് മതിയാവാറില്ല. ചിക്കൻ ഏതെല്ലാം രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. കോഴി കൊണ്ട് നാടൻ വിഭവങ്ങൾ തയ്യാറാക്കാം, നാടൻ കോഴി കൊണ്ടും തയ്യാറാക്കാം, ബ്രോയിലർ കോഴി കൊണ്ടും തയ്യാറാക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചൈനീസ് ആണെങ്കിലും കോണ്ടിനെൻ്റലാണെങ്കിലും ഏത് രീതിയിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, മറ്റ് സ്റ്റേറ്റുകളുടെ എല്ലാം നോക്കുമ്പോൾ ചിക്കൻ ഒരു പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ്, ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം. അപ്പോൾ കോഴി കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ചിക്കൻ്റെ വിഭവങ്ങൾ മലയാളിക്ക് പ്രിയപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മത്സ്യത്തിൻ്റെ വിലയൊക്കെ നോക്കുമ്പോൾ ചിക്കൻ്റെ വിലയും ഒക്കെ ഏതാണ്ടൊക്കെ അടുത്തടുത്ത് തന്നെ വരും. ചിക്കൻ കുറച്ചുകൂടെ ലാഭമാണെന്ന് ചില സമയത്ത് തോന്നാറുണ്ട്. എന്തായാലും നമ്മൾ വ്യത്യസ്തമായ ഒരുപാട് ചിക്കൻ വിഭവങ്ങൾ മാജിക് അവനിലൂടെ പരീക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും ഇനിയും പുതിയ വിഭവങ്ങൾക്കായിട്ട് നമ്മുടെ വീട്ടമ്മമാരെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ട് പുതിയൊരു ചിക്കൻ്റെ വിഭവം. ഇത് കുറച്ചൊരു എന്താ പറയുക, നാടൻ സ്റ്റൈലല്ല. നാടനാണോ എന്ന് വെച്ചാൽ നാടനല്ല, പക്ഷേ ഒരു ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലല്ല ഇത് തയ്യാറാക്കുന്നത്, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. അപ്പോൾ ഈ ചിക്കൻ്റെ പേര് ചിക്കൻ മൻപസന്ത്. മൻപസന്ത് എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായൊരു പദമാണല്ലേ, മൻപസന്ത്. അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന മനസ്സിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ കറിയായിരിക്കും. അങ്ങനെ ചിക്കൻ മൻപസന്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, സവാള 4 വലുത് കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, തൈര് 8 ടേബിൾ സ്പൂൺ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ 1/2 കപ്പ്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, സവാള ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പട്ട 2 കഷ്ണം, ഗ്രാമ്പു 6 എണ്ണം, ഏലക്ക 7-8, ഉപ്പ് പാകത്തിന്, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്, വെള്ളം 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ. അപ്പോൾ നമുക്കിനി നമ്മളുടെ ചിക്കൻ മൻപസന്ത് തയ്യാറാക്കാം. അപ്പോൾ മനസ്സിനെ അത്രയ്ക്ക് ആകർഷിക്കുന്ന ഒരു ചിക്കൻ കറി ആയിരിക്കും. അടുപ്പ് കത്തിച്ചിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്, ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പാണ്, ആദ്യത്തെ കാര്യം കുറച്ച് റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും തരം എണ്ണ, വെളിച്ചെണ്ണ വേണ്ട. ഏകദേശം ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ആകാം. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് 4 സവാള ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളിയിട്ട് തുടങ്ങാം. നമുക്ക് 2 പ്രാവശ്യമായിട്ടിട്ട് വറുത്ത് കോരാം. കൂടുതൽ എണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ വറുത്ത് കോരാൻ സാധിക്കും. പക്ഷെ അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ ബാക്കി വരില്ലേ, അതുകൊണ്ട് കുറച്ച് എണ്ണ കുറച്ചൊഴിച്ച് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. വേണമെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഇത് പിന്നെ മൂത്ത് തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചുരുങ്ങും, വാടി തുടങ്ങുമ്പോൾ. അത് കഴിയുമ്പോൾ എണ്ണ കൂടുതലുണ്ടാകും. എങ്കിലും കുറച്ച് കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്ത് പോരാം. പക്ഷേ ആ എണ്ണ മാറ്റി വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഉള്ളി വറുക്കാനായിട്ട് മാത്രം ഉപയോഗിക്കുക. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. അങ്ങനെ രണ്ടാമതിട്ട് സവാളയും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്നും മാറ്റിയിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്, തീ അല്പം കുറയ്ക്കണം. എന്നിട്ട് ചൂടായി കിടക്കുന്ന ഇതേ എണ്ണയിലാണ് നമ്മൾ ബാക്കി മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ സവാള ഒന്ന് തണുക്കട്ടെ, ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ സവാളയും അളവ് തൈര് 8 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, ഒരു മീഡിയം പുളിയുള്ള തൈര്, അതും കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അത് ഒരു കാര്യം. അപ്പോൾ എന്തായാലും സവാള ഒന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് എന്ന് പറയുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് മുഴുവനേ നമ്മൾ ഇടാൻ പോവാണ്. പൊടിയല്ല, നമ്മളിത് ഗരം മസാല പൊടിയല്ല ചേർക്കുന്നത്, മുഴുവനേ ഉള്ള മസാല. അപ്പോൾ ഒരു 2 പീസ് പട്ട പൊടിച്ചിടുക. ഇപ്പോൾ പട്ടയിൽ തന്നെ വ്യാജന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ സൂക്ഷിച്ച് മേടിക്കണം. ഒറിജിനൽ പട്ട മണപ്പിച്ച് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. പിന്നെ എന്താ, മണത്ത് നോക്കുക. പിന്നെ ഒരു 5-6 ഗ്രാമ്പു, ഇനിയൊരു
7-8 ഏലക്ക. എണ്ണ നല്ല ചൂടായി കിടക്കാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എന്താണ്, വെളുത്തുള്ളി ഏതാണ്ട് 1.5 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞത്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് 1.5 ടീസ്പൂൺ ഇഞ്ചി. ഈ 2 കാര്യങ്ങളും കൂടി ചേർത്ത് ഒപ്പിക്കുക. അപ്പോൾ കളറ് മാറാൻ തുടങ്ങുന്ന ഒരു പാകം. ആ സമയമാകുമ്പോൾ വീണ്ടും നമ്മൾ സവാള ചേർക്കുന്നു. അപ്പോൾ 4 സവാള വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ പോലെ മൂപ്പിച്ച് വഴറ്റണം. അത് വഴറ്റിയാൽ മതി, ഒരു കളർ മാറുന്ന പോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ നിറം മാറാൻ തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് സവാള, ഇത് ചെറുതായി അരിഞ്ഞ് സവാള 2 എണ്ണം, അതും കൂടി ചേർക്കും. ഇനി വീണ്ടും നമ്മൾ വഴറ്റി കൊടുക്കുന്നു. എന്നിട്ട് സവാളയുടെ നിറവും ഒന്ന് ചെറുതായി മാറാൻ തുടങ്ങണം, ഒരു ബ്രൗൺ കളറായി തുടങ്ങണം, ഗോൾഡൻ ബ്രൗൺ. എല്ലാം തന്നെ പെട്ടെന്നാകും, കാര്യം എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. ഇപ്പം നമ്മുടെ സവാളയുടെ നിറവും ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ, ഇത് ഏകദേശം ഒരു ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട്, അതായത് ഒരു 2 കിലോ അടുപ്പിച്ചൊരു കോഴി വാങ്ങിച്ചിട്ട് അതിൻ്റെ രോമവും ഫെതേഴ്സ് എല്ലാം മാറ്റി കഴിഞ്ഞിട്ട്, ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം മാറ്റി കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 കിലോയുടെ ഇറച്ചി ഉണ്ടാവണം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. അങ്ങനെ ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ വഴറ്റണം. അപ്പോൾ ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ. ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാത്തിൻ്റെയും കൂടി കിടന്ന് ചിക്കൻ്റെ പീസസ് ഒന്ന് മൂക്കണം, ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ 2 സവാള ചെറുതായി അരിഞ്ഞത്, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഉള്ളി വറുത്ത് കോരിയ അതേ എണ്ണയിൽ തന്നെയാണ് ഇതെല്ലാം കൂടി വഴറ്റിയത്. അപ്പോൾ എല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് നമ്മൾ ചേർത്തത്. പിന്നെ 3 സ്പൈസസ് ചേർത്തു. ആദ്യം തന്നെ പട്ട 2 കഷ്ണം, ഗ്രാമ്പു ഒരു 6-7 പീസസ്, ഒരു 7-8 ഏലക്ക. അപ്പോൾ അതിൻ്റെ ഒരു നല്ല മണം വന്നു കഴിഞ്ഞിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് സവാള. അപ്പോൾ എല്ലാത്തിനും ഒരു ക്ഷമ വേണം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വ്യാജന്മാരുടെ കാലമാണ് സ്പൈസസിൽ പോലും. അപ്പോൾ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ പട്ടയിൽ വ്യാജനുണ്ട്, അപ്പോൾ അത് സൂക്ഷിച്ച് വാങ്ങിക്കുക. പിന്നെ ഇപ്പോൾ ജാതിപത്രിയിൽ ഭയങ്കരമായിട്ട് വ്യാജന്മാർ ഇറങ്ങുന്നു എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ ജാതിപത്രി നന്നായിട്ടൊന്ന് മണത്ത് നോക്കുക, കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ നല്ല മണം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ അതിനെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളും ആയിരിക്കണം. അപ്പോൾ ചിക്കൻ്റെ പീസസ് ഇങ്ങനെ ഈ മസാലയുടെ കൂടെ കിടന്നിട്ട് ഒന്ന് ചെറുതായി മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് വെള്ളമൊന്നുമുള്ള ചിക്കൻ അല്ല, അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഇറങ്ങിയില്ല. ഇനി ഒരു പക്ഷേ ഒരുപാട് വെള്ളമുള്ള ചിക്കൻ ആണെങ്കിൽ, വെള്ളം ഇറങ്ങുകയാണെങ്കിൽ വെള്ളം വറ്റുന്നവരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ നിറമൊക്കെ മാറി നല്ല സൗന്ദര്യമുള്ള ചിക്കനായിട്ട് മാറും. കണ്ടില്ലേ, ആ ഒരു യെല്ലോ കളർ വരുമ്പോഴത്തേന് എന്താ ഒരു വ്യത്യാസം, ടേമറിക് പൗഡർ. അപ്പോൾ മഞ്ഞൾപ്പൊടി മൂക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി ആയിക്കോട്ടെ, കുഴപ്പമില്ല, 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ഒരല്പം ഉപ്പും കൂടി ചേർക്കാം, കുറച്ചുപ്പ്. വീണ്ടും ഒന്ന് വഴറ്റാം. അപ്പോൾ മുളക് പൊടിയൊക്കെ ഒന്ന് മൂക്കട്ടെ. ഇതെല്ലാം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും, കാര്യം നല്ല ചൂടായി കിടക്കുകയല്ലേ, ചിക്കനും ആ പാത്രവും എല്ലാം നല്ല ചൂടാണ്. പിന്നെ ചിക്കൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടുക. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 കിലോയുടെ ചിക്കൻ, 1.5 കിലോ എന്ന് പറഞ്ഞാൽ ക്ലീൻഡ് ചിക്കൻ 1.5 കിലോ. ഇനി അടുത്തത് നമ്മൾ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി തരിതരിപ്പായിട്ട് പൊടിച്ചതും കൂടി ചേർക്കുന്നു. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, എരിവ് നോക്കിയിട്ട്. എന്നാലും ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നു. അങ്ങനെ കുരുമുളക് പൊടിയും ചേർത്തു. അപ്പം മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ മല്ലിപ്പൊടിയൊന്നും ചേരുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യങ്ങളെല്ലാം മൂത്ത് കഴിഞ്ഞു.
ഇപ്പോൾ എല്ലാം മൂത്ത ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി എന്താ വേണ്ടേ? ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളം. ഇനി പാത്രം ഒന്ന് അടച്ചിട്ടിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ചിക്കൻ്റെ പീസസൊക്കെ നന്നായിട്ട് വേകട്ടെ, നന്നായിട്ട് തിളച്ച് വെന്ത് കിട്ടും. അപ്പോൾ ഈ മസാലയിൽ കിടന്നിട്ട് ആ മുളകും കുരുമുളക് പൊടിയും പിന്നെന്താ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടി ആ സ്പൈസസും എല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത കഷ്ണങ്ങളിലൊക്കെ എല്ലാം പിടിക്കട്ടെ. അപ്പോൾ പാത്രം ഒന്ന് അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അതേ നോക്കൂ, കരികരിപ്പായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നത്, ഇതും നമ്മളൊരു 8 ടേബിൾ സ്പൂൺ, ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട എങ്കിൽ ചെറിയൊരു പുളിയുള്ള തൈര്, അത് 8 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് അരച്ച് പേസ്റ്റ് രൂപത്തിൽ റെഡിയാക്കി എടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനും പാകത്തിന് വെന്തിട്ടുണ്ടാകും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ പാകത്തിന് മൂത്തിട്ടുണ്ട്. കുറച്ച് ചാറെല്ലാം ഉണ്ട്. ഒരുപാട് ലൂസെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കുറച്ച് ലൂസാണ്. ഇനി ഇതൊരു നല്ല റിച്ച് ആയിട്ടുള്ള നല്ല കുറുകിയ ചാറായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഒരു 4 സവാള ഘനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് എണ്ണയിൽ വറുത്ത് കോരി നല്ല കരികരിപ്പായിട്ട്, അതും ഒരു 8 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച മസാല പേസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്, അതിലെല്ലാം പിടിച്ചിട്ടുണ്ട്. മുളകും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ആവശ്യത്തിന് പിടിച്ചാൽ നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മസാലയുടെയൊക്കെ മണമൊക്കെ ഉണ്ട്. എന്തായാലും ഇത് തൈര് ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ തൈര് ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, നോക്കിയിട്ട് ഒരു 8 ടേബിൾ സ്പൂൺ തൈര്, അതും നമ്മളൊരു 4 സവാളയും വറുത്തതാണ്. ആ എന്താ മണം വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊരു സ്വാദായിരിക്കും അല്ലേ? ആ സ്വാദെല്ലാം തന്നെ നമ്മളുടെ ചിക്കൻ മൻപസന്തിൽ ഉണ്ടാകും. അങ്ങനെ മനസ്സിനെ കീഴടക്കിയ ഒരു വിഭവമായി മാറും. ഇനി വീണ്ടും ഒരു 5 മിനിറ്റ് സമയം ഒന്ന് തിളയ്ക്കാനായിട്ട് സമയമുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്താണ്, എങ്കിലും ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അത് പോരാണ്ട് വരും. കുറച്ച് കുറച്ച് നേരം ഇങ്ങനെ അടുപ്പിൽ കിടന്ന് എണ്ണയെല്ലാം ഇങ്ങനെ വെള്ളേക്ക് തെളിഞ്ഞ് വരും. ഇനി എന്താ, ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. അപ്പോൾ ഇതിനൊരു ഓറഞ്ച് റെഡ് കളറല്ലേ, അപ്പോൾ ഒരു പച്ച കളർ വരുമ്പോൾ നല്ലൊരു കോൺട്രാസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണയെല്ലാം ഇങ്ങനെ ഊറി വരുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം, എന്നിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ മല്ലിയില കൊണ്ട് നമ്മൾ അലങ്കരിച്ചു. ഇനി പ്രത്യേകിച്ച് അലങ്കാരങ്ങളൊന്നും ആവശ്യമില്ല. കാണാൻ അതിമനോഹരമാണ്, നല്ല മണമാണ്. പിന്നെ മസാലയൊക്കെ ഒരുപാട് ഓവറല്ല, കാര്യം ഹോൾ സ്പൈസസ് ആണ് ഇട്ടിരിക്കുന്നത്, മുഴുവനോടെയാണ് ഇട്ടിരിക്കുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്ക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സട്ടിലായിട്ട് വളരെ ചെറിയൊരു സൂചന പോലെ അതിൻ്റെ രുചിയും കിട്ടും. ഇതെല്ലാ കാര്യങ്ങളും കൂടി നന്നായിട്ട് ബ്ലെൻഡായി വരും. എന്തായാലും ഇതൊരു വളരെ വ്യത്യസ്തമായ, നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുന്ന ഒരു വിഭവം തന്നെയായിരിക്കും നമ്മളുടെ ചിക്കൻ മൻപസന്ദ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ചപ്പാത്തി, പൊറോട്ട, നാൻ, ബ്രെഡ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ തയ്യാറാക്കുക, കഴിക്കുക. നല്ല വെള്ളച്ചോറിൻ്റെ കൂടെയും കഴിക്കാം. പിന്നെന്താ പറയുക, ഗീ റൈസ്, പുലാവ്, ഫ്രൈഡ് റൈസ് എന്തിൻ്റെ കൂടെയും, അങ്ങനത്തെ വിഭവങ്ങളുടെ കൂടെയും കഴിക്കാം. അപ്പോൾ പരീക്ഷിക്കുക. അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. അപ്പോൾ നമ്മളൊരു ചിക്കൻ കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരു വെജിറ്റേറിയൻ ആകാം അല്ലേ? അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പലതരം കറികൾ നമ്മളുടെ ചോറിൻ്റെ കൂടെ കഴിക്കാറുണ്ട്, തൊട്ടുകറിയായിട്ടും ഒഴിച്ചു കറിയായിട്ടും. അപ്പോൾ ഒഴിച്ചു കറിയിൽ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യമാണ് പുളിശ്ശേരി. പുളിശ്ശേരി തന്നെ വ്യത്യസ്തമായ പല പല പുളിശ്ശേരിയില്ല. പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ട്, പിന്നെന്താ വെള്ളരിക്കയിട്ട പുളിശ്ശേരി ഉണ്ട്, മാങ്ങയിട്ട പുളിശ്ശേരി ഉണ്ട്, അങ്ങനെ പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പുളിശ്ശേരി ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്കൊരു പുളിശ്ശേരി തയ്യാറാക്കിയാലോ? പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായൊരു പുളിശ്ശേരി. ഇത് ക്യാരറ്റ് പുളിശ്ശേരിയാണ്. അപ്പോൾ ക്യാരറ്റ് കൊണ്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് 2 വലുത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, പച്ചമുളക് 2 വലുത്, വെള്ളം 1/2 കപ്പ്, തൈര് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ, വറ്റൽമുളക് 4-5, കറിവേപ്പില ആവശ്യത്തിന്. ഇനി നമുക്ക് നമ്മളുടെ ക്യാരറ്റ് പുളിശ്ശേരി തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ 2 വലിയ ക്യാരറ്റ് ആണെങ്കിൽ തൊലി ചുരണ്ടിയിട്ട്
വട്ടത്തിനുള്ള കഷ്ണങ്ങളോ ചതുര കഷ്ണങ്ങളോ എന്തായാലും ചെറിയ ചതുര കഷ്ണങ്ങളോ എങ്ങനെ വേണമെങ്കിലും ആക്കാം. എന്നിട്ട് അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം, ഏകദേശം 1 കപ്പ് വെള്ളം എന്ന് പറയാം, ഈ വെള്ളം ഉപയോഗിക്കാം. എന്നിട്ട് ഈ വെള്ളം തന്നെ നമുക്ക് മാറ്റി വെച്ചിട്ട് പിന്നീട് ഇത് അരയ്ക്കാനും ഉപയോഗിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഏതാണ്ട് 1/2 കപ്പ് നല്ല പച്ച തേങ്ങ ചിരകിയത്, പച്ചമുളക് എരിവനുസരിച്ചിട്ടാണ്, എങ്കിലും ഞാൻ വെച്ചാൽ എരിവ് വേണം എന്നുള്ളത് കൊണ്ട് 2 വലിയ പച്ചമുളക്, പിന്നെന്താ ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഈ 3 കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം, പേസ്റ്റ് രൂപത്തിൽ. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് അരപ്പോടുകൂടി ഇച്ചിരി വെള്ളത്തോടുകൂടി നമുക്ക് അരച്ച് എടുക്കാം. അങ്ങനെ നമ്മളുടെ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം ഏതാണ്ട് വറ്റാറായി. അപ്പോൾ 1-1.5 കപ്പ് വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. നല്ല പാകത്തിന് വെന്തിട്ടുണ്ടല്ലോ. എന്നിട്ട് അല്പസമയം തണുക്കണം. അത് കഴിഞ്ഞിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ക്യാരറ്റിനെയും അരച്ചെടുക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ അരയ്ക്കാൻ കൊണ്ടുപോയ തേങ്ങ 1/2 കപ്പ്, 2 പച്ചമുളക്, പിന്നെന്താ 1/2 ടീസ്പൂൺ ജീരകം, അതും കൂടി മഷിയായിട്ട് അരച്ചിട്ടുണ്ട്. കണ്ടല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തു. അതുപോലെ തന്നെ നമ്മളിനി ക്യാരറ്റിനെയും അരച്ചെടുക്കാൻ പോകണം. ഒരല്പം തണുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാനിത് അരച്ചുകൊണ്ട് തിരിച്ചു വരും. അങ്ങനെ നമ്മളുടെ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളും വേവിച്ച ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളും നല്ല പേസ്റ്റ് രൂപത്തിൽ ആ വേവിച്ച വെള്ളത്തിൽ തന്നെ അരച്ചെടുത്തിരിക്കുവാണ്. തരിയില്ലാണ്ട് അരച്ചു. അപ്പോൾ അരപ്പും റെഡി, ക്യാരറ്റും റെഡി. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി അരച്ച ക്യാരറ്റും അതേ പാത്രത്തിലേക്ക് മാറ്റാം. നല്ലൊരു ഓറഞ്ച് കളറല്ലേ, നല്ല ഭംഗിയല്ലേ. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ, 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ജീരകം ആകാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല അരച്ചു. ഇനി അടുപ്പ് കത്തിച്ചു കൊടുക്കാം. രണ്ടും കൂടി കിടന്ന് ഒന്ന് തിള വരാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടാകണം. ആ അരപ്പിൻ്റെ ഒരു പച്ച ചുവ മാറണം. ഒരു ലൈറ്റ് ഓറഞ്ച്, യെല്ലോ ഓറഞ്ച് കളറായിട്ട് മാറും. കണ്ടല്ലോ. ഇനി പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഇത് നമ്മുടെ ക്യാരറ്റ് പുളിശ്ശേരിയാണ്. ഇങ്ങനെ ഒന്ന് ചൂടായാൽ മതി, ചെറുതായി ഇങ്ങനെ പതഞ്ഞ് വരുന്ന ആ ഒരു പാകം. അപ്പോൾ നല്ല അതിൻ്റെ പച്ചച്ചുവയൊക്കെ, ആ ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചച്ചുവ മാറണം. തിള വന്നാൽ പിരിഞ്ഞു പോകും, തിള വരാൻ പാടില്ല. ഇനി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കി ചൂടാക്കുക. ഒരല്പം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിശ്ശേരിയുടെ കൺസിസ്റ്റൻസി നോക്കുക, എത്രത്തോളം കുറുകിയതായിരിക്കണം പുളിശ്ശേരി, അതനുസരിച്ചിട്ട് വെള്ളം. ഇനി ഇതിൽ തൈരും കൂടി ചേരാനുണ്ട്, അതും കൂടി മനസ്സിൽ കാണുക. ഇപ്പം നല്ല ആവി വന്നു തുടങ്ങി, കണ്ടില്ലേ? ഇങ്ങനെ നല്ലതായിട്ട് എന്നാൽ തിള വരാനും പാടില്ല, ഇങ്ങനെ പതഞ്ഞ് വരുന്ന ഒരു പാകം. ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിക്കഴിഞ്ഞാൽ അരപ്പിൻ്റെ പച്ചച്ചുവ മാറി. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊരല്പം സമയം തണുക്കും. തണുത്ത് കഴിഞ്ഞിട്ട് നല്ല തൈരെന്ന് പറയുമ്പോൾ അധികം പുളിയില്ലാത്ത, ആവശ്യത്തിന് പുളിയുള്ള തൈര് 1 കപ്പ് റെഡിയാക്കി വയ്ക്കുക. നന്നായിട്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കണം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചൂടോടുകൂടി ഒഴിക്കരുത്. നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ടേ തൈര് ഉപയോഗിക്കാവുള്ളൂ, തൈര് ചേർക്കാവുള്ളൂ. എന്നിട്ട് തൈരും കൂടി ചേർത്തിട്ട് കൺസിസ്റ്റൻസി നോക്കാം. ചാറിന് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ താളിച്ചിടും. അങ്ങനെ നമ്മളുടെ പുളിശ്ശേരിയുടെ ക്യാരറ്റ് മിശ്രിതവും അരപ്പും കൂടി ചേർന്ന് കൂട്ട് റെഡിയാണ്. നമ്മൾ തൈര് 1 കപ്പ് എടുത്ത് വെച്ചിരുന്ന തൈര് നന്നായിട്ട് ഞാനൊന്ന് ഉടച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു, ഇതിലേക്ക് യോജിപ്പിക്കാം. ഇനി ചാറ് എത്രത്തോളം ലൂസാകണം അതനുസരിച്ച് കുറച്ച് വെള്ളം കൂടി, തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. പുളിശ്ശേരിയുടെ കുറുകൽ അതനുസരിച്ചിട്ട് തീരുമാനിക്കാം. ഇനി അടുപ്പ് കത്തിച്ച് താളിക്കാനായിട്ടൊരു പാത്രം വയ്ക്കുന്നു. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ. ഇപ്പോൾ 1 ടേബിൾ സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ. എണ്ണ നല്ല ചൂടാകട്ടെ. കടുക്, വറ്റൽമുളക്, കറിവേപ്പില. എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്,
വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം, അത് നമ്മളുടെ ഇഷ്ടമാണ്. കടുക് പൊട്ടി തുടങ്ങിയിട്ട് വറ്റൽ മുളക് 2 3 4, കറിവേപ്പില. ഈ പുളിശ്ശേരിയിൽ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പം നല്ല കുറുകിയ ഒരു പുളിശ്ശേരിയാണ്. അപ്പോൾ ഈ താളിക്കലിൻ്റെ കാര്യങ്ങളാണ് അതിൽ കഷ്ണമായി മാറുന്നത്. ഇനി കറിവേപ്പിലയും കൂടി ചേർക്കാം ആവശ്യാനുസരണം. തീ ഒരൽപ്പം കുറയ്ക്കാം. അതെല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ താളിച്ച കാര്യം നമ്മുടെ പുളിശ്ശേരിയുടെ മുകളിലായിട്ട് ഒഴിക്കും. അങ്ങനെ സ്വാദിഷ്ടമായ ക്യാരറ്റ് പുളിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല സ്വാദോടു കൂടി കഴിക്കാം. ഒരു പപ്പടം കൂടി സൈഡിൽ വെച്ചോളൂ, അല്ലെങ്കിൽ 2 പപ്പടം വെച്ച് ഒരല്പം ചമ്മന്തിയോ അച്ചാറോ വേറെ ഒന്നും തന്നെ വേണ്ട. നല്ല രുചികരമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് മനസ്സിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയൊരു ചിക്കനാണ്. എന്താണ്? ചിക്കൻ മൻപസന്ത്. തീർച്ചയായിട്ടും പരീക്ഷിക്കാം. രണ്ടാമത് കാണിച്ചത് വളരെ നാടനായിട്ടുള്ള നമ്മളുടെ ഒരു വ്യത്യസ്തമായൊരു പുളിശ്ശേരി, ക്യാരറ്റ് പുളിശ്ശേരി. 2 വിഭവങ്ങളും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമന്റിലൂടെ കാണാം.